തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ യുഡിഎഫിന് തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാരോപണ കേസ് വീണ്ടും ചർച്ചയാകുന്നു. ഇരയുടെ ശബ്ദരേഖയിൽ വ്യക്തമായ മറുപടി പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം. ഇരയായ പെൺകുട്ടി പോലീസിനെ സമീപിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച നേതാക്കളെല്ലാം തന്നെ വെട്ടിലാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. കമലേഷ്, ഇന്നലെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വരുന്നത്. അത് വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. കമലേഷ് തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വായിക്കാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടുണ്ട് കമലേഷ്. അത്തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ആ യുവതിയുടെ ആ സ്ക്രീൻഷോട്ടിലൊക്കെ നമ്മൾ കണ്ടത്. എന്തായാലും രാഹുലിനെ സംരക്ഷിച്ചു നിർത്തിയ നേതാക്കളിലേക്കൊക്കെ തന്നെ ഈ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം നമുക്കറിയാം, അദ്ദേഹത്തെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് രഹസ്യമായി നീക്കങ്ങൾ നടത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഇതാ പ്രചാരണ രംഗത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പോലും നേതാക്കൾ ശ്രമിക്കുകയാണ്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഭദ്ര സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നാളിതുവരെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച കോൺഗ്രസ് നേതൃത്വവും കുറ്റക്കാരാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഈ വിഷയത്തിൽ ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായിട്ടുള്ള വിഷയമല്ല. വളരെ നേരത്തെ തന്നെ രാഹുലിന് ഇത്തരത്തിലുള്ള ചില സ്വഭാവ വൈകൃതങ്ങളുണ്ട് എന്നത് പല പെൺകുട്ടികളും പരാതിയായി പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ നൽകിയിട്ടുണ്ട്. ആ പരാതികൾ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പരാതികൾ ലഭിച്ചതിന് ശേഷമാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി നിയമിക്കുന്നത്. അതോടൊപ്പം MLA സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് MLA ആക്കുന്നത് കോൺഗ്രസ്. ആ നിലയിൽ നിരവധിയായ ലൈംഗിക ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ നിരവധി പരാതികൾ പാർട്ടിക്ക് മുന്നിലും പ്രതിപക്ഷ നേതാവിന് മുന്നിലും ഉള്ള ഘട്ടത്തിലാണ് എല്ലാ പരിഗണനയും, അതായത് ആ പരാതികളിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് രാഹുലിന് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ പിന്തുണയും കോൺഗ്രസ് പാർട്ടി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ വിഷയത്തിൽ പരാതികൾ ലഭിച്ച ഘട്ടത്തിൽ തന്നെ നേരത്തെ ഒരു നടി ഉൾപ്പെടെ, കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നടി ഉൾപ്പെടെ ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ ഈ വിഷയം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പരാതികളൊന്നും തന്നെ ഒരു ഘട്ടത്തിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇത്തരം കാര്യങ്ങൾ വളരെ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി നൽകിയത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ നാളെ ഈ വിഷയം ഒരു നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും വലിയ നിലയിൽ കോൺഗ്രസിന്റെ നേതാക്കളും ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ കൈരളി ന്യൂസ് ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുള്ള ഈ പുതിയ ശബ്ദ സന്ദേശങ്ങളും ഈ ശബ്ദ സംഭാഷണവും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അങ്ങേയറ്റം നേരത്തെ വന്നതിനേക്കാൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അവ വെളിവാക്കുന്ന ഒരു ശബ്ദ സംഭാഷണങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് പ്രതിരോധിച്ച് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഇന്നലെ വന്ന ശബ്ദ സംഭാഷണത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയെ ഗർഭം ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള നിർബന്ധം ചെലുത്തിയിട്ടുള്ളത്. മറ്റ് ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ പോലും അത് പറ്റില്ല, അത് പാടില്ല, നമുക്കൊരു കുഞ്ഞു വേണം, എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അങ്ങനെ നിർബന്ധിച്ച് അതിനെ ഗർഭം ധരിപ്പിച്ചതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ, സാധാരണഗതിയിൽ ഇത്തരം ഗർഭം അലസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ഒരു സമയക്രമമുണ്ട്. അതിന് ഒരു മാസത്തിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ശാരീരിക അവശതകളൊക്കെ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് സാധാരണ ഉണ്ടാവുക. അതുപോലും പരിഗണിക്കാതെ ആ കുട്ടിയോട് ഗർഭഛിദ്രം നടത്തണം എന്ന് ആക്രോശിച്ചുകൊണ്ട്, അസഭ്യവർഷം നടത്തിക്കൊണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആവശ്യപ്പെടുന്നത് കൂടിയാണ് ഇന്നലത്തെ ഓഡിയോ ഏറ്റവും ഒടുവിലായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. ഏതായാലും ഈ വിഷയം ഇന്നലെ വന്നിട്ടുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ കോൺഗ്രസിനെതിരെ, UDFനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഒരു വികാരം ഉണർത്തുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻനിർത്തിയുള്ള ഇടപെടലാണ് കോൺഗ്രസ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ വാക്കാൽ ഒരു സസ്പെൻഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന് പാർട്ടി നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും പാർട്ടിയുടെ എല്ലാ വേദികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലുണ്ട്. അത്തരത്തിൽ നിരവധിയായ എല്ലാ രാഷ്ട്രീയ പരിപാടികളിലും കോൺഗ്രസ് പരിപാടികളിലും എല്ലാം തന്നെ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കാൻ നേതാക്കൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനകത്ത് ഈ വിഷയം വലിയ ചർച്ചയായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, കോൺഗ്രസ് അപ്പാടെ ഈ വിഷയത്തിൽ പൊതുജനങ്ങളോട്, വോട്ടർമാരോട് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംജാതമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നിലവിൽ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വലിയ ആത്മവിശ്വാസം. എന്നാൽ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല. ഈ സമ്മർദ്ദവും ഭീഷണിയുമൊക്കെ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ഈ നിലയിൽ ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന നിലയിലേക്ക് ആളുകൾ ഇടപെടുന്ന ഒരു ഘട്ടത്തിൽ ഇതിൽ വളരെ കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പെൺകുട്ടിയുടെ തീരുമാനം. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ ഇരയായ പെൺകുട്ടി മാറുന്നു, അല്ലെങ്കിൽ അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാൻ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ യുവതിയുടെ തീരുമാനം എന്നുള്ളത്. കയ്യിലുള്ള തെളിവുകളെല്ലാം തന്നെ, നിരവധിയായ തെളിവുകൾ, ഈ പുറത്തു വന്നിട്ടുള്ള ഒന്നോ രണ്ടോ ശബ്ദ സംഭാഷണമോ വാട്സപ്പ് ചാറ്റുകളോ മാത്രമല്ല, മറ്റ് പല തരത്തിലുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ യുവതിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കൊപ്പം തെളിവുകളും മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാനാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് പെൺകുട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആദ്യമായി ഒരു യുവതി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇത് നിലവിലിപ്പോൾ ഈ വേദന അനുഭവിച്ച പെൺകുട്ടിയുടെ മാത്രം അല്ലെങ്കിൽ യുവതിയുടെ മാത്രം കാര്യമല്ല, നിരവധിയായ യുവതികൾ, നിരവധിയായ സ്ത്രീകൾ, വീട്ടമ്മമാർ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, അതായത് അവരുടെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മഹിളാ നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. പല ക്യാമ്പസുകളിലെയും പെൺകുട്ടികളുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾക്ക് ഒരു പക്ഷേ നിയമ നടപടികളുമായി മുന്നോട്ട് വരാനുള്ള ഒരു കരുത്തു കൂടിയായിരിക്കും ഈ യുവതി, നിലവിലെ യുവതി എടുത്തിട്ടുള്ള ഈ തീരുമാനം എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.